ഈ വീഡിയോയിൽ കാണുന്നത് ഏതെങ്കിലും ഒരു കലാപരിപാടിക്ക് വന്ന് സംഗാനം ആലപിക്കുന്നവരല്ല, മറിച്ച് ഡിഗ്രിയും PGയും B.Edും സെറ്റും നെറ്റും MPhilഉം PhDയും എല്ലാം ഉണ്ടായിട്ടും റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് ഉണ്ടായിട്ട് പോലും ജോലി നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ രോഷവും അമർഷവും സങ്കടവും തന്നെയാണ് അവർ പാടുന്ന ഓരോ വരികളിലും നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുടെയും പ്രത്യേകിച്ചും യുവാക്കളുടെ ഒരു സ്വപ്നമായിരിക്കും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി ലഭിക്കുക എന്നത്. പലപ്പോഴും ഒരു പ്രൊഫഷണൽ കോഴ്സ് എല്ലാം എടുത്ത് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിഗ്രി PG കോഴ്സ് എല്ലാം എടുത്ത് ഒരു PSCയിലൂടെ ഗവൺമെന്റ് ജോലി ലഭിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുടെ ധാരണ ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മതി, അധികം വൈകാതെ തന്നെ ഗവൺമെന്റ് നമ്മുടെ കയ്യിലേക്ക് ഒരു ജോലി കൊണ്ടുവന്ന് തരും, വേറെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള ഒരു ധാരണയാണ് പലപ്പോഴും ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉള്ളത്. എന്നാൽ ഓരോ PSC ഉദ്യോഗാർത്ഥിയും റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉന്നത റാങ്ക് ഉണ്ടായിട്ട് പോലും അവർക്കൊരു അപ്പോയിന്റ്മെന്റോട് ലഭിക്കാൻ വേണ്ടി എത്രയെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കണം, അതല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വേണ്ടി ഏതെല്ലാം MLA പോയി കാണണം, ഏതെല്ലാം മന്ത്രിമാർക്ക് പോയി നിവേദനം കൊടുക്കണം, ഒടുവിൽ നിരാഹാരം വരെ കിടക്കേണ്ട ഗതികേടുണ്ട് എന്ന് എത്ര ആളുകൾക്കാണ് അറിയുക. സർക്കാർ ഉദ്യോഗത്തിന് ആവശ്യമായ എല്ലാ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉന്നത റാങ്ക് ഉണ്ടായിട്ടും ഉന്നത ഉദ്യോഗസ്ഥരുടെ അതല്ലെങ്കിൽ മാറി വരുന്ന സർക്കാരുകളുടെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ അവരുടെ അന്യായം കാരണം ജോലി ലഭിക്കാതെ അല്ലെങ്കിൽ നിയമനം ലഭിക്കാതെ ഭാവി തകർന്നു പോയ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ HSST ഇംഗ്ലീഷ് തസ്തികയിൽ 107 ഒഴിവുകൾ ഉണ്ടായിട്ട് പോലും ഏകദേശം റാങ്ക് ലിസ്റ്റ് വന്ന് 10 മാസം കഴിഞ്ഞിട്ടും ഇതേവരെ 1ാം റാങ്ക് വാങ്ങിയ ആൾക്ക് പോലും ജോലി ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി HSST ബോർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ 200-ലധികം ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഏകദേശം 8 മാസം കഴിഞ്ഞിട്ടും വെറും 7 ആളുകൾക്ക് മാത്രമേ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. ഈ 2 വിഷയം മാത്രമല്ല, ബാക്കിയുള്ള HSST വിഷയങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. റാങ്ക് ലിസ്റ്റ് വന്ന് 8, 10, 12 മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും വെറും തുച്ഛമായ ആളുകൾക്ക് മാത്രമേ ഇതേവരെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിച്ചിട്ടുള്ളൂ. HSST ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്റ്റാഫ് ഫിക്സേഷൻ അല്ലെങ്കിൽ തസ്തിക നിർണയം നടത്താത്തതാണ്. സ്റ്റാഫ് ഫിക്സേഷൻ സത്യസന്ധമായും ശാസ്ത്രീയമായും നടത്തിയിരുന്നുവെങ്കിൽ ഇന്നീ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുന്ന് ധർണ നടത്തുന്ന സമരം നടത്തുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും എന്നോ ജോലി ലഭിച്ചിരുന്നു. അതായത് സർക്കാർ സംവിധാനങ്ങളെയും കേരള PSCയെയും നിയമവ്യവസ്ഥയെല്ലാം വിശ്വസിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഒടുവിൽ നിയമന നിരോധനത്തിന്റെ പടുക്കുഴിയിൽ ജോലിയൊന്നും ലഭിക്കാതെ ഡിപ്രസ്ഡ് ആയിട്ട് ജീവിക്കേണ്ട ഗതികേടാണ് ഇവിടെ വരുന്ന മെജോറിറ്റി ഉദ്യോഗാർത്ഥികളുടെയും അവസ്ഥ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല ആളുകളുടെയും ചിന്ത എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കണമെങ്കിൽ എങ്ങനെയും കഷ്ടപ്പെട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നതായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കണമെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രധാനപ്പെട്ട ജോലി ആരംഭിക്കുന്നത് തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷമായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ സർക്കാരിന്റെ ബാധ്യതയാണെങ്കിലും പലപ്പോഴും അർഹതപ്പെട്ട ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വേണ്ടി അതല്ലെങ്കിൽ ഒരു ജോലി നിയമനം ലഭിക്കാൻ വേണ്ടി പലപ്പോഴും സമരപന്തലുകളിലേക്ക് ഇറങ്ങി നിരാഹാരം വരെ കിടക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. കേരള PSCയുടെ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി അവർ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. കേരളത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായി ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിനുശേഷം ഡിസ്ട്രിക്ട് വൈസ് ആയി വേറെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി HSST പോലെയുള്ള തസ്തികളാണെങ്കിൽ ഓരോ ജില്ലയിലുമുള്ള എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും പോയി RTI നൽകി അവിടെയുള്ള വേക്കൻസികളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഈ ജോലികളെല്ലാം യഥാർത്ഥത്തിൽ ചെയ്തു തീർക്കേണ്ടത് RDDകളും DHSCയും ഒക്കെ ആണെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം അതല്ലെങ്കിൽ നിയമന നിരോധനം കാരണം ഇതെല്ലാം ചെയ്തു തീർക്കേണ്ട ഗതികേടും ഈ PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ്. കാരണം ഇവിടെ ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയെല്ലാം ഉദ്യോഗാർത്ഥികൾ ചെയ്തു തീർക്കണം എന്നത് ഇവിടെ ഒരു അലിഖിത നിയമമായി തന്നെ വളർന്നു വരുന്നുണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കാര്യങ്ങൾ. പിന്നെ അർഹതപ്പെട്ട ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി MLA അതേപോലെ മന്ത്രിമാർക്കുമെല്ലാം നിവേദനം സമർപ്പിക്കാനുള്ള നെട്ടോട്ടമാണ്. ആദ്യമായി നിവേദനം സമർപ്പിക്കുന്നത് അതാത് വകുപ്പ് ഭരിക്കുന്ന മന്ത്രിമാർക്കായിരിക്കും. അതിനുശേഷം ഭരണപക്ഷ MLA. ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ പോയി കാണുന്നു. പ്രതിപക്ഷ MLA ഇവരെല്ലാം അവരുടെ വസതിയിൽ പോയി സന്ദർശിച്ച് അവർക്ക് നിവേദനം നൽകി ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ ഒരു ഇഷ്യൂ ആയി അവതരിപ്പിക്കാൻ വേണ്ടി ആവശ്യം. അർഹതപ്പെട്ട ഉദ്യോഗത്തിന് വേണ്ടി ഇത്രയെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടും യാതൊരു പ്രതിവിധിയോ പരിഹാരമോ ലഭിക്കാതെ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലുള്ള അവസാന വഴികളാണ് കോടതികൾ. അതിനുവേണ്ടി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്യാനും കോടതി കേസുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി ലക്ഷങ്ങൾ വരെ സമാഹരിക്കേണ്ട ഗതികേടാണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പിൽ ഉണ്ടാവാറുള്ളത്.
അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാര്യമായ ജോലിയൊന്നും ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണ് ഇത്രയും ലക്ഷങ്ങൾ വരെ കോടതി ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും എല്ലാം വേണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനോടൊപ്പം ഈ ഒരു വിഷയം ഒരു സാമൂഹിക പ്രശ്നമാക്കി മാറ്റി പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിട്ടെങ്കിലും ഒരു പരിഹാരം ലഭിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൂട്ടധർണ നടത്തിയും അതേപോലെ നിരാഹാര സമരം ഇരുന്നും മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുമുണ്ട്. ഇതിനെല്ലാം ഒടുവിൽ കോടതി വിധികളിൽ തീർപ്പ് വരുന്നതിന് മുമ്പ് കാലാവധി തീർന്നു പോയ എത്രയോ റാങ്ക് ലിസ്റ്റുകൾക്ക് നടുവിൽ നിരാശരായി ജീവിതം തകർന്നു പോകുന്ന 8-9 വർഷമെല്ലാം കാത്തിരുന്ന് PSCക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ആ ഉദ്യോഗം ഒന്നുമല്ലാതെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ വേദനകൾ മാത്രം ബാക്കിയാക്കുന്ന ഒരു പ്രഹസനമായി മാത്രമാണ് ഈ ഒരു PSC മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു വശത്ത് HSST അധ്യാപനം നടത്താത്തത് കാരണം തെരുവിലിറങ്ങി സമരം ചെയ്യുന്നവർ, മറുവശത്ത് മലബാർ ഏരിയകളിൽ അധ്യാപകരില്ലാത്തത് കാരണം, പുതിയ ബാച്ചുകൾ ഇല്ലാത്തത് കാരണം, ഉയർന്ന മാർക്ക് ലഭിച്ചിട്ട് പോലും +1 അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഒരു വശത്ത് സമരം ചെയ്യുന്നുണ്ട് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ഇത് വെറും ഒരു രാഷ്ട്രീയ വിഷയമായി മാത്രം ചർച്ചപ്പെടേണ്ടതല്ല, മറിച്ച് നമ്മുടെ ആധുനിക കേരളം അനുഭവിക്കുന്ന, ഇവിടെ പഠിച്ച് വളർന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന, ഇഷ്ടപ്പെട്ട വിഷയം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ കഴിയാതെ പോകുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമായി തന്നെ നമുക്ക് ഇതിനെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാവുന്നത്. നീതി ലഭിക്കുന്നത് വരെ ഇവരെ എല്ലാം ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തണമെന്നത് നമ്മുടെ ഒരു പൊതുബോധത്തിന്റെ തന്നെ ഭാഗമായി വളർന്നു വരണം. ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഈ വിഷയങ്ങൾ എത്താനും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.